സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞപ്പോൾ ഏറെ അപരന്മാർ ഉള്ളത് വടക്കൻ ജില്ലകളിൽ. 4 വനിതകൾ മത്സരിക്കുന്ന വടകരയാണ് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം. പതിവ് പോലെ അപരന്മാരുടെ ശല്യവും വിമത സാന്നിധ്യവുമെല്ലാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഇടതു വലത് മുന്നണികൾക്ക് തലവേദനയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയായപ്പോൾ വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് 3 അപര സ്ഥാനാർത്ഥികളുണ്ട്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനുമുണ്ട് 2 അപരതാരങ്ങൾ. കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവനും എളമരം കരീമിനും 3 വീതം അപര സ്ഥാനാർത്ഥികളുണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനും അപര സുരേഷ് കുമാർ 2 പേരുണ്ട്. വനിതാ സ്ഥാനാർത്ഥികളെ ഏറ്റവും അധികം മത്സരിക്കുന്നത് വടകര മണ്ഡലത്തിലാണ്. 4 പേരാണ് ഇവിടെ അംഗം കുറിക്കുന്ന അംഗനമാർ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്നലെ 10 പേരാണ് പത്രിക പിൻവലിച്ചത്. ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ഉള്ളത് കോട്ടയം മണ്ഡലത്തിലാണ്, 14 പേർ. ഏറ്റവും കുറവ് 5 സ്ഥാനാർത്ഥികളുള്ള ആലത്തൂരും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായ ഇന്നലെ വടകരയിലെ കോൺഗ്രസ് വിമതൻ അബ്ദുൾ റഹീം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹിയാണ് ഇദ്ദേഹം. ഇടുക്കി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകിയിരുന്ന മനേഷ് കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ചിരുന്നു. മാവേലിക്കരയിൽ ഒരാൾ മാത്രമാണ് പത്രിക പിൻവലിച്ചത്. UDF സ്ഥാനാർത്ഥിയുടെ 2 അപരന്മാരും പത്രിക പിൻവലിച്ചിട്ടുമില്ല. തൃശ്ശൂരിലും ഒരാൾ മാത്രമാണ് പത്രിക പിൻവലിച്ചത്. സ്വതന്ത്രനായി പത്രിക നൽകിയ KB സജീവാണ് തൃശ്ശൂരിൽ പത്രിക പിൻവലിച്ചത്. ആലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാനും മറ്റൊരു ഷാജഹാൻ അപരനായി രംഗത്തുണ്ട്. ജനം, തിരുവനന്തപുരം.